സീൻ തേർഡ്, മൂന്നാമത്തെ രംഗം. രംഗം 3. കർട്ടൻ റൈസസ്. കർട്ടൻ ഉയർന്നു. രാമണ്ണാസ് ടീ ഷോ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? രാമണ്ണയുടെ ടീ ഷോ. നാരായൺ, രാമണ്ണ, ശാസ്ത്രി, രുദ്രപ്പ ആൻഡ് കണ്ണൻ ആർ ടോക്കിംഗ് എക്സൈറ്റഡ്ലി. അപ്പം വളരെ എക്സൈറ്റഡ്ലി ആയിട്ട് നാരായൺ, രാമണ്ണ, ശാസ്ത്രി, രുദ്രപ്പ, കണ്ണൻ എല്ലാവരും സംസാരിക്കുന്നു. നാരായൺ, ഫ്രണ്ട്സ് വി മസ്റ്റ് ഡിസ്കസ് ദിസ് കാംലി. നാരായൺ പറഞ്ഞ എന്താണ്? സുഹൃത്തുക്കളെ ഇത് നമ്മൾ എന്ത് വേണം? വളരെ ശാന്തമായിട്ട് ഡിസ്കസ് ചെയ്യണം. ലെറ്റ് us hear what each one has to say. ഓരോരുത്തർക്കും പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ. രാമണ്ണ, യു സ്പീക്ക് ഫസ്റ്റ്. രാമണ്ണ, ആദ്യം നിങ്ങൾ സംസാരിക്കുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയുക. രാമണ്ണ, ഇറ്റ് ഈസ് എ ഫൂളിഷ് ഐഡിയ. രാമണ്ണ പറഞ്ഞ എന്താണ്? ഇത് ഫൂളിഷ് ആയിട്ടുള്ള ഐഡിയ ആണ്. കാരണം വൈ ഡു വി നീഡ് എ 5-star ഹോട്ടൽ ഇൻ ദിസ് വില്ലേജ്? ഈ ഗ്രാമത്തിൽ ഒരു 5-star ഹോട്ടലിൻ്റെ ആവശ്യകത എന്താണ്? ഈസ് മൈ ഹോട്ടൽ നോട്ട് ഗുഡ് ഇനഫ്? എൻ്റെ ഹോട്ടൽ തന്നെ നല്ലതല്ലേ? രാമണ്ണാസ് ടീ, രാമണ്ണാസ് കോഫി, രാമണ്ണാസ് ദോശാസ്, വടാസ് ഇഡ്ഡലീസ് നോട്ട് ഗുഡ് ഇനഫ് ഈസ് ഇറ്റ്? ഇപ്പം രാമണ്ണയുടെ ദോശയും ഇഡ്ഡലിയും വടയും എല്ലാം നല്ലതല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഒരു ചായക്കട അല്ലെങ്കിൽ പുതിയൊരു 5-star ഹോട്ടലിൻ്റെ ആവശ്യകത എന്താണ്? ശാസ്ത്രി, കൂൾ ഡൗൺ രാമണ്ണ. ശാസ്ത്രി പറഞ്ഞതാണ്, രാമണ്ണ ശാന്തനാവുക. യുവർ ദോശാസ് ആൻഡ് ഇഡ്ഡലീസ് ആർ അൺബീറ്റബിൾ. നിങ്ങളുടെ ദോശയും ഇഡ്ഡലിയും എല്ലാം തകർക്കാൻ പറ്റാത്തത് തന്നെയാണ്, അത്രയ്ക്ക് സ്വാദിഷ്ടമായിട്ടുള്ളതാണ്. യുവർ കോഫി ആൻഡ് ടീ ആർ ഫേമസ് ഇൻ ദിസ് വില്ലേജ് ആൻഡ് ബിയോണ്ട്. നിങ്ങളുടെ കോഫിയും ടീയും എല്ലാം ഈ ഗ്രാമത്തിലും അപ്പുറത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഐ സർട്ടൻലി ഡോണ്ട് തിങ്ക് വി നീഡ് എ ഫാൻസി മൾട്ടി സ്റ്റോർ ഹോട്ടൽ ടു കോമ്പീറ്റ് വിത്ത് യുവർ ടീ ഷോപ്പ്. നിങ്ങളുടെ ടീ ഷോപ്പുമായിട്ട് മൾട്ടി സ്റ്റോർ ഹോട്ടലിന് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. രാമണ്ണ ലുക്സ് അറൗണ്ട് പ്രൗഡ് ആൻഡ് ഹാപ്പി. അത് കേട്ടതും രാമണ്ണ അഭിമാനത്തോടു കൂടി ചുറ്റും നോക്കി. കണ്ണൻ, ദിസ് ടീ ഷോപ്പ് ഈസ് ഫൈൻ ഫോർ മീ, ബട്ട് ഇഫ് സമ്മൺ വാണ്ട്സ് ടു ബിൽഡ് എ ഗ്രാൻഡ് ഹോട്ടൽ ഐ ഡോണ്ട് സീ എനി ഹാം. ഇപ്പോൾ കണ്ണൻ പറഞ്ഞ എന്താണ്? ഈ ടീ ഷോപ്പ് എന്ന് പറഞ്ഞത് മികച്ചത് തന്നെയാണ്. എന്നാൽ ബട്ട് ഇഫ് സമ്മൺ വാണ്ട്സ് ടു ബിൽഡ് എ ഗ്രാൻഡ് ഹോട്ടൽ, ആരെങ്കിലും വലിയൊരു ഹോട്ടൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐ ഡോണ്ട് സീ എനി ഹാം, അതിൽ നമുക്കൊരു ഉപദ്രവവും ദ്രോഹവും കാണാനായിട്ട് കഴിയുകയില്ല. ഇറ്റ് വിൽ ബ്രിങ് ഇൻ ടൂറിസ്റ്റ്. എന്ത് ചെയ്യും? അത് ടൂറിസ്റ്റുകളെ കൊണ്ടുവരും. ടൂറിസ്റ്റ് മീൻ മണി. ടൂറിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാകും, പൈസ വരും. ആൻഡ് ഹൂ ഡസ് നോട്ട് നീഡ് മണി? ആരാണ് പൈസ ആഗ്രഹിക്കാത്തത്? അപ്പം പൈസ ആവശ്യപ്പെടാത്തത് അല്ലെങ്കിൽ പൈസ ആഗ്രഹിക്കാത്തത് ആരാണ്? ഇതിലൂടെ ടൂറിസം ഉണ്ടാകും, ടൂറിസ്റ്റുകൾ ധാരാളം വരും. അങ്ങനെ എന്ത് ചെയ്യും? ഈ ഗ്രാമത്തിലേക്ക് പൈസ എത്തിച്ചേരുകയും ചെയ്യും. ശാസ്ത്രി, കണ്ണൻ, യു ആർ റോങ്. ശാസ്ത്രി പറഞ്ഞതാണ്, കണ്ണൻ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. എ മൾട്ടി സ്റ്റോർഡ് ഹോട്ടൽ ക്യാൻ നെവർ കം അപ്പോൺ ധർമ്മഗിരി. ഒരു മൾട്ടി സ്റ്റോർഡ് ഹോട്ടൽ ഒരിക്കലും ധർമ്മഗിരിയിൽ വരാനായി കഴിയുകയില്ല. നാരായൺ പസിൽഡ്. നാരായൺ അമ്പരപ്പോടുകൂടി. വാട്ട് ഡു യു മീൻ നെവർ? നെവർ എന്നുകൊണ്ട്, ഒരിക്കലും എന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, അർത്ഥമാക്കിയത്? മിസ്റ്റർ സാഗർ ടോൾഡ് മീ ദാറ്റ് ലോറീസ് ആൻഡ് ട്രക്സ് വുഡ് സ്റ്റാർട്ട് അറൈവിംഗ് ടുമാറോ. എന്ത് ചെയ്യും? ദ ഫൗണ്ടേഷൻ വിൽ ബി ലേഡ് സൂൺ. അപ്പോൾ മിസ്റ്റർ സാഗർ പറയുകയുണ്ടായി, ലോറീസും ട്രക്സും എല്ലാം എന്ത് ചെയ്യും? നാളെ പുറപ്പെടാനായിട്ട് ആരംഭിക്കുമെന്ന് മിസ്റ്റർ സാഗർ പറഞ്ഞു. ദ ഫൗണ്ടേഷൻ വിൽ ബി ലേഡ് സൂൺ. അതുമാത്രമല്ല, പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ഇതിന് അടിസ്ഥാനം ഇടാനായിട്ടും അല്ലെങ്കിൽ കെട്ടാനായിട്ട് അടിസ്ഥാനം ഇടാനായിട്ട് തുടങ്ങും. ശാസ്ത്രി, വി ഹാവ് ഗോട്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. വി കനോട്ട് അലൗ തോട്ട്ലെസ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. ഇപ്പോൾ ശാസ്ത്രി പറഞ്ഞ എന്താണ്? ഇതൊരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ, ഇത് തടയണം. വി കനോട്ട് അലൗ തോട്ട്ലെസ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. നമ്മുടെ മനോഹരമായ ഈ മൗണ്ടനെ ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് നശിപ്പിക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പം വി കനോട്ട് അലൗ തോട്ട്ലെസ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. അപ്പം ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് നമ്മുടെ മനോഹരമായ മൗണ്ടൻ തകർക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ദർ ഈസ് അനദർ മോർ അർജന്റ് റീസൺ. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ കൂടിയുണ്ട്. ധർമ്മഗിരി കനോട്ട് സപ്പോർട്ട് എ ബിൽഡിംഗ് ദാറ്റ് ബിഗ്. വലിയ കെട്ടിടത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ശേഷി, കരുത്ത് അല്ലെങ്കിൽ താങ്ങാനുള്ള കരുത്ത് ധർമ്മഗിരിക്കില്ല. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അത് അപകടകരമാണ്. രാമണ്ണ, വൈ ഡു യു സേ ഇറ്റ് ഈസ് ഡേഞ്ചറസ്? ഇപ്പം രാമണ്ണ ചോദിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ അപകടകരമാണ് എന്ന് പറഞ്ഞു. ശാസ്ത്രി, മൈ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ വെൻ വി വെയർ ഗോയിങ് അപ്പ് ധർമ്മഗിരി ടു ദ ടെമ്പിൾ വൺസ്. വെൻ ദ ടെമ്പിൾ വാസ് ബിൽറ്റ് 300 years ago, they realized that the earth there could not hold a structure taller than 30 feet. ഇപ്പോൾ ശാസ്ത്രി പറഞ്ഞതാണ്, മൈ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ വെൻ വി വെയർ ഗോയിങ് അപ്പ് ധർമ്മഗിരി ടു ദ ടെമ്പിൾ വൺസ്. എൻ്റെ മുത്തശ്ശൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരിക്കൽ ആ ധർമ്മഗിരിയിലെ ടെമ്പിളിലേക്ക് പോയിട്ടുണ്ട്. വെൻ ദ ടെമ്പിൾ വാസ് ബിൽറ്റ് 300 years ago, 300 വർഷങ്ങൾക്ക് മുമ്പ് ആ ടെമ്പിൾ പണിതപ്പോൾ they realized that the earth there could not hold a structure taller than 30 feet. 30 അടിയിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങളെ താങ്ങാനുള്ള കരുത്ത് ആ
എർത്തിന് ഇല്ല എന്ന് അത് നിർമ്മിച്ചവർക്ക് ബോധ്യമായി. അപ്പം 300 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരേ ഒരു ടെമ്പിൾ മാത്രമാണ് അവിടുത്തെ ഒരേ ഒരു വർക്ക് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത്. അത് നിർമ്മിച്ച സമയത്ത് 30 അടിയിൽ കൂടുതൽ പൊക്കമുള്ള കെട്ടിടങ്ങളെ താങ്ങാനുള്ള കരുത്ത് അതിനില്ല എന്ന് ബോധ്യമായി. ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ടു ഡിഗ് ടു ഡീപ് ഫോർ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന് വേണ്ടി വളരെ ആഴത്തിൽ കുഴിക്കുന്നത് അപകടകരമാണ്. നാരായൺ എക്സൈറ്റഡ് ദാറ്റ് ഈസ് ഓൾ ദ മോർ റീസൺ വൈ എ ഹോട്ടൽ കനോട്ട് ബി ബിൽറ്റ് ദെയർ. അപ്പോൾ ആ ഒരു ഹോട്ടൽ അവിടെ നിർമ്മിക്കാൻ കഴിയാത്തതിനുള്ള ഒരേ ഒരു കാരണം അത് തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് ആഴത്തിൽ, ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ആഴത്തിൽ കുഴിക്കാനായി കഴിയുകയില്ല. കമോൺ ലെറ്റസ് ടോക്ക് ടു മിസ്റ്റർ സാഗർ ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. വരൂ നമുക്ക് എന്ത് ചെയ്യാം, അത് മിസ്റ്റർ സാഗറുമായിട്ട് സംസാരിക്കാം. കർട്ടൻ ഫാൾസ്. അതോടുകൂടി 3ാമത്തെ രംഗം കഴിഞ്ഞ് കർട്ടൻ വീഴുകയും ചെയ്യുന്നു. സീൻ 4. ഇത് രംഗം 4. സീൻ 4. ഇപ്പം ഗ്രാൻഡ് മദർ ഹോബിൾസ് ഓൺ ടു ദ സ്റ്റേജ് വിത്ത് നാരായൺ. നാരായണനോടൊപ്പം ഗ്രാൻഡ് മദർ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. ആൻഡ് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കർട്ടൻ്റെ മുന്നിലായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഗ്രാൻഡ് മദർ ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. എന്നിട്ട് ഗ്രാൻഡ് മദർ പറഞ്ഞ എന്താണ് സംഭവിച്ചതെന്ന് പറയുക. നാരായൺ, ദ വില്ലേജേഴ്സ് ഡോണ്ട് വാണ്ട് ദ ഹോട്ടൽ. നാരായൺ പറഞ്ഞ ഗ്രാമവാസികൾ ആ ഹോട്ടൽ ആഗ്രഹിക്കുന്നില്ല. വി വെന്റ് ടു മിസ്റ്റർ സാഗർ. ഞങ്ങൾ സാഗറിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് നോട്ട് ഓൺലി വുഡ് അവർ വില്ലേജ് ബി റൂയിൻഡ്. നമ്മുടെ ഗ്രാമത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ബട്ട് ദ മൗണ്ടൻ ഇറ്റ് സെൽഫ് വാസ് ഇൻ ഡേഞ്ചർ. ആ മൗണ്ടനെ കൂടി അപകടത്തിലാക്കുമെന്ന് ഞങ്ങൾ സാഗറിൻ്റെ അടുത്ത് പറഞ്ഞു. ദേ കനോട്ട് ഡിഗ് എ ഡീപ് ഫൗണ്ടേഷൻ ഓൺ ഇറ്റ്. ഫൗണ്ടേഷന് വേണ്ടി ആഴത്തിൽ അവർക്ക് കുഴിക്കാനും കഴിയുകയില്ല. അപ്പം കാര്യങ്ങളെല്ലാം സാഗറിൻ്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി. സാഗറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഗ്രാൻഡ് മദർ, വാട്ട് ഡിഡ് സാഗർ സേ? സാഗർ എന്ത് പറഞ്ഞു? എന്താണ് സാഗർ പറഞ്ഞത്? നാരായൺ, ഹി വാസ് അനോയ്ഡ്. ഡു യു വില്ലേജ് ബംകിൻസ് നോ മോർ ദാൻ ദ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഫ്രം ദ ബിഗ് സിറ്റീസ്. അപ്പോൾ നാരായൺ പറഞ്ഞ അദ്ദേഹം എന്താണ് ചോദിച്ചത്? ഡു യു വില്ലേജ് ബംകിൻസ് നോ, നിങ്ങൾ ഗ്രാമവാസികൾക്കാണോ കൂടുതൽ അറിയാവുന്ന, മോർ ദാൻ ദ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഫ്രം ദ ബിഗ് സിറ്റീസ്, വലിയ വലിയ സിറ്റീസിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സിനേക്കാളും ആർക്കിടെക്ട്സിനേക്കാളും നിങ്ങൾ ഗ്രാമവാസികൾക്കാണോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഹി ആസ്ക്ഡ്. പോസസ് ദെൻ സാഡ്ലി, ദേ ആർ സ്റ്റാർട്ടിംഗ് വർക്ക് ടുമാറോ. എന്നിട്ട് എന്ത് ചെയ്തു? നാളെ തന്നെ അവർ വർക്ക് ആരംഭിക്കുമെന്നും പറഞ്ഞു. ഗ്രാൻഡ് മദർ സാഡ്ലി. ഇത് കേട്ടതും മുത്തശ്ശി ദുഃഖത്തോടു കൂടി, വെയർ വിൽ ദേ ഗോ, ദ റാബിറ്റ്സ്, ദ ഡിയർ ആൻഡ് ദ പാട്രിറ്റ്സ്, ഹൂ വിൽ ലിസൺ ടു ദയർ പ്ലൈറ്റ്. അപ്പം അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം എങ്ങോട്ടേക്ക് പോകും? അതോടൊപ്പം തന്നെ അവരുടെ അവസ്ഥ ആര് കേൾക്കാൻ? ഹൂ വിൽ ലിസൺ ടു അവർ റിവർ, അവർ ക്ലീൻ ബ്യൂട്ടിഫുൾ സ്വീറ്റ് വാട്ടർ റിവർ ദാറ്റ് വിൽ നൗ ടേൺ ഫൗൾ വിത്ത് ഫിൽറ്റ്. നമ്മുടെ മാലിന്യം കൊണ്ട് നിറയുന്ന നദികളുടെയും മറ്റും അവസ്ഥ ആര് കാണാൻ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ആര് കേൾക്കാൻ? ആൻഡ് ഹൂ വിൽ ലിസൺ ടു ദ സോറോ ഓഫ് ദ ധർമ്മഗിരി വെൻ ഇറ്റ് ഈസ് മസാക്രഡ് ബൈ റോഡ്സ് ആൻഡ് ബർഡൻഡ് വിത്ത് ബിൽഡിങ്സ്. വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളും കൊണ്ട് കൂട്ടക്കൊല ചെയ്യേണ്ടി വരുന്ന, നശിക്കേണ്ടി വരുന്ന ആ ധർമ്മഗിരിയുടെ അവസ്ഥ ആര് കേൾക്കാൻ, അല്ലെങ്കിൽ ധർമ്മഗിരിയുടെ ദുഃഖം ആര് കേൾക്കാൻ? ദ നോയിസ്, ദ പൊല്യൂഷൻ ടു ദ ഓഡിയൻസ്. മുത്തശ്ശി ഓഡിയൻസിൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഒരു കെട്ടിടം വന്നു കഴിഞ്ഞാൽ നോയിസ്, ബഹളവും ഒച്ചപ്പാടും ഉണ്ടാവും, പൊല്യൂഷൻ. അപ്പോൾ അതെല്ലാം മുത്തശ്ശി ഓഡിയൻസിൻ്റെ അടുത്ത് പറയുന്നു. യു തിങ്ക് ഐ ആം ക്രൈസി, എനിക്ക് ഭ്രാന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ബിക്കോസ് ഐ കെയർ ഫോർ ദീസ് തിങ്സ്, കാരണം ഞാൻ ഇതെല്ലാം കെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ ക്യാൻ ഹിയർ ദെയർ വോയിസസ്, അതുമാത്രമല്ല എനിക്ക് അവയുടെ ശബ്ദം കേൾക്കാനും കഴിയുന്നുണ്ട്. മുത്തശ്ശി പ്രകൃതിയെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? മുത്തശ്ശി. അതുകൊണ്ട് മുത്തശ്ശിക്ക് ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും എനിക്ക് ഭ്രാന്താണ് എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം. ഡോണ്ട് ബിലീവ് മീ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു, ബട്ട് ഐ നോ ദ മൗണ്ടൻസ്, ദ റിവേഴ്സ്, ദ ട്രീസ് ആൻഡ് ദ ആനിമൽസ്, they all speak just like you and me. എന്നെയും നിങ്ങളെയും പോലെ എന്ത് ചെയ്യുന്നുണ്ട്? മൗണ്ടനും റിവറും ട്രീസും ആനിമൽസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ആ മൗണ്ടനും റിവറും ട്രീസും ആനിമൽസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എന്നെയും നിങ്ങളെയും പോലെ സംസാരിക്കുന്നുണ്ട്. ഇഫ് only we listen to them, but the world now is so full of noise. അപ്പോൾ ഇങ്ങനൊരു ഹോട്ടൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളുടെ ലോകം മുഴുവൻ എന്ത് ചെയ്യും? ശബ്ദം കൊണ്ട് നിറയും. ഹൗ ക്യാൻ എനിവൺ ഹിയർ ദ സോഫ്റ്റ്ലി ഗർഗ്ലിംഗ് സ്ട്രീം ഓർ ദ ബ്രീസ് ആസ് ഇറ്റ് റസിൽസ് ത്രൂ ദ ലീവ്സ് ഓർ ദ ഫ്ലട്ടർ ഓഫ് എ ബേർഡ്സ് വിങ്സ്. അങ്ങനെയാണെങ്കിൽ ശബ്ദം കൊണ്ട് നിറയുമ്പോൾ
ആ അരുവികളുടെയും മറ്റും ആ ഒഴുകുന്ന ശബ്ദവും അതോടൊപ്പം തന്നെ എന്താണ് ഇലകളുടെയും മറ്റും ഇളം കാറ്റ് വീശുമ്പോഴുള്ള ഇലകളുടെയും മറ്റും മർമ്മര ശബ്ദവും പക്ഷികളുടെ ചിറകടി ശബ്ദവുമെല്ലാം എങ്ങനെ കേൾക്കാനായി കഴിയും? അവിടെ മൊത്തത്തിൽ ആ ശബ്ദം കൊണ്ട് നിറയും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ കേൾക്കാനായിട്ട് കഴിയും? നാരായൺ നൗ ഗ്രാൻഡ് മദർ ഡോൺ ഗെറ്റ് അപ്സെറ്റ്. നാരായൺ പറഞ്ഞെന്താണ്? നാരായൺ പറഞ്ഞതാണ് അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞതാണ് അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. ഗ്രാൻഡ് മദർ വൈപ്പിംഗ് ഹെർ ഐസ്. ഗ്രാൻഡ് മദർ കണ്ണുനീർ തുടച്ചുകൊണ്ട്, ഐ നോ, എനിക്കറിയാം. വാട്ട് ഹാസ് ദ ഹോട്ടൽ ഗോട്ട് ടു ഡു വിത്ത് മീ? ഷീ ടേൺസ് ടു ഹെർ ഗ്രാൻഡ് സൺ. യു നോ സംതിങ്. ദിസ് ഹാസ് മോർ ടു ഡു വിത്ത് ദ ചിൽഡ്രൻ ഓഫ് അവർ വില്ലേജ് ദാൻ എനി വൺ എൽസ്. അപ്പം മുത്തശ്ശി എന്താണ് തിരിഞ്ഞ് ഗ്രാൻഡ് സണ്ണായ നാരായണന്റെ അടുത്ത് പറഞ്ഞ എന്താണ്? ദിസ് ഹാസ് മോർ ടു ഡു വിത്ത് ദ ചിൽഡ്രൻ ഓഫ് അവർ വില്ലേജ് ദാൻ എനി വൺ എൽസ്. നമ്മളെ ആരെക്കാളും ഉപരി ഇവിടെയുള്ള കുട്ടികൾക്കാണ്, ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾക്കാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുന്നത്. ടുമാറോസ് വേൾഡ് ഈസ് ദെയർ വേൾഡ്. നാളത്തെ ലോകം എന്ന് പറയുന്നത് അവരുടെ ലോകമാണ്. പോസസ് തിങ്കിങ്. എന്നിട്ട് പോസസ് ഷോർട്ട് സ്റ്റോപ്പ്, ചെറുതായിട്ടൊന്ന് നിർത്തി, മുത്തശ്ശി കാര്യങ്ങൾ പറഞ്ഞ് നിർത്തി, എന്നിട്ട് ചിന്തിക്കുന്നു. യു ആർ ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ. നിങ്ങൾ സ്കൂൾ ഹെഡ് മാസ്റ്ററായ നിങ്ങൾ കുട്ടികളുടെ അടുത്ത് എന്ത് വേണം? ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇങ്ങനൊരു 5 സ്റ്റാർ ഹോട്ടൽ ധർമ്മഗിരിയിൽ വന്നു കഴിഞ്ഞാലുള്ള അപകടത്തെക്കുറിച്ച് കുട്ടികളുടെ അടുത്ത് സംസാരിക്കണം. ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. എന്നിട്ട് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് കണ്ടെത്തുക. ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. അവരുടെ ഹെഡ്സിലേക്ക് എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യരുത്, ആശയം കുത്തി നിറയ്ക്കരുത്. ജസ്റ്റ് കാര്യം പറയുക മാത്രം ചെയ്യുക. ജസ്റ്റ് ടെൽ ദം എവറിത്തിങ് ആൻഡ് ലെറ്റ് ദം തിങ്ക് ഫോർ ദംസെൽസ്. കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയുക, എന്നിട്ട് അവരെ ചിന്തിക്കാനായി അനുവദിക്കുക. ദേ ഗോ ഓഫ് സ്റ്റേജ് ത്രൂ ലെഫ്റ്റ് ആൻഡ് റീ എൻ്റർ ഫ്രം റൈറ്റ്. ഇത്രയും പറഞ്ഞതിന് ശേഷം നാരായണനും എന്ത് ചെയ്യുന്നു, ഗ്രാൻഡ് മദറും എന്ത് ചെയ്യുന്നു, ദേ ഗോ ഓഫ് സ്റ്റേജ് ത്രൂ ലെഫ്റ്റ് സൈഡിലൂടെ സ്റ്റേജിലേക്ക് പുറത്തേക്ക് പോവുകയും ആൻഡ് റീ എൻ്റർ ഫ്രം റൈറ്റ്, എന്നിട്ട് വീണ്ടും റൈറ്റ് സൈഡിലൂടെ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മുത്തശ്ശിയും ഗ്രാൻഡ് സണ്ണായ നാരായണനും എന്ത് ചെയ്തു, സ്റ്റേജിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലൂടെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോയി, എന്നിട്ട് റൈറ്റ് സൈഡിലൂടെ വീണ്ടും സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ഗ്രാൻഡ് മദർ വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ. എന്നിട്ട് ഗ്രാൻഡ് മദർ ചോദിക്കുന്നത് കുട്ടികൾ എന്ത് പറഞ്ഞു? നാരായൺ ദേ ഡോണ്ട് വാണ്ട് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി ഇഫ് ഇറ്റ് വിൽ റൂയിൻ അവർ കൺട്രി സൈഡ്. നമ്മുടെ നാട്ടിൻ പുറത്തെ നശിപ്പിക്കുമെങ്കിലും അവരും ധർമ്മഗിരിയിൽ ഒരു ഹോട്ടൽ ആഗ്രഹിക്കുന്നില്ല. ഗ്രാൻഡ് മദർ ഐ തോട്ട് സോ. മുത്തശ്ശി പറഞ്ഞതിന് ഞാനും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചിൽഡ്രൻ ആർ വൈസ്. കുട്ടികൾ ബുദ്ധിയുള്ളവരാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ്. ഇപ്പോഴും വളരെയധികം താമസിച്ചിട്ടില്ല. വി മസ്റ്റ് ടേക്ക് എ സ്റ്റാൻഡ് ഓർ എൽസ് ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹേർട്സ് വിൽ സോളോ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് അവേഴ്സ്. നമ്മളൊരു സ്റ്റാൻഡ് എടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഓർ എൽസ് അല്ലാത്ത പക്ഷം ബിഗ് പീപ്പിൾ വലിയ വലിയ ആൾക്കാർ വിത്ത് സ്മോൾ ഹേർട്സ് ചെറിയ ഹൃദയമുള്ള വലിയ വലിയ ആൾക്കാർ വിൽ സോളോ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് അവേഴ്സ് നമ്മുടെ ഈ മനോഹരമായ ഗ്രാമത്തെ മൊത്തത്തിൽ വിഴുങ്ങും. അപ്പം അവരുടെ വലിയ വലിയ ആൾക്കാർ അവരുടെ ലക്ഷ്യം എന്ത് മാത്രമേ ഉള്ളൂ? ബിസിനസ് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ നമ്മുടെ ഗ്രാമത്തെ ഇങ്ങനെ ഒരു വികസനം വരുന്നതിലൂടെ അവർ നമ്മുടെ ഗ്രാമത്തെ മൊത്തത്തിൽ നശിപ്പിക്കും. നാരായൺ മിസ്റ്റർ ദീക്ഷിത് ഈസ് അറൈവിംഗ് ടുമാറോ. നാരായൺ പറഞ്ഞതാണ് മിസ്റ്റർ ദീക്ഷിത് നാളെ എത്തിച്ചേരുന്നുണ്ട്. ദേ വിൽ സ്റ്റാർട്ട് ലേയിങ് ദ ഫൗണ്ടേഷൻ. അവർ നാളെ തന്നെ ഫൗണ്ടേഷൻ ഇടാൻ ആരംഭിക്കും. വി വിൽ സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആൻഡ് എ സബ്മിറ്റ് പെറ്റീഷൻ. വി വിൽ സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. നമ്മൾ സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിക്കണം. അതുമാത്രമല്ല ആൻഡ് സബ്മിറ്റ് എ പെറ്റീഷൻ, ഒരു പരാതി നൽകുകയും വേണം. ആർക്ക്? നമ്മുടെ ദീക്ഷിത്തിന് ഒരു പരാതി നൽകുകയും വേണം. ഗ്രാൻഡ് മദർ ഗുഡ് ലക്ക് സൺ, ഗുഡ് ലക്ക്. ദേ മൂവ് ഓഫ് സ്റ്റേജ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും നാരായണനും ഗ്രാൻഡ് മദറും സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകുകയും ചെയ്തു. സീൻ 5 രംഗം 5. കർട്ടൻ റൈസസ്. കർട്ടൻ ഉയർന്നു. ബാക്ക് ഡ്രോപ്പ് ഓഫ് മൗണ്ടൻസ്, എ സ്ട്രീം ആൻഡ് ട്രീസ്. പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? മൗണ്ടൻ, സ്ട്രീം, ട്രീസ്. അപ്പോൾ ഇതൊക്കെയാണ് മൗണ്ടനും അരുവികളും വൃക്ഷങ്ങളുമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. ദീക്ഷിത് ഈസ് സീറ്റഡ് ഓൺ എ ചെയർ ഓൺ വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിന്റെ ഒരു സൈഡിലായിട്ട് ദീക്ഷിത് ഇരിക്കുന്നു. സാഗർ ഈസ് ഓൺ ദ അതർ സൈഡ്. മറുവശത്തായിട്ട് സാഗറും ഇരിക്കുന്നു. സൗണ്ട് ഓഫ് ലോറീസ് ഡ്രില്ലിംഗ് ആൻഡ് ഹാമറിംഗ് ക്യാൻ ബി ഹേർഡ്. ലോറിയുടെയും ഡ്രില്ല് ചെയ്യുന്നതിൻ്റെയും ചുറ്റുക കൊണ്ട് അടിക്കുന്നതിൻ്റെയും എല്ലാം ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. എ പ്രൊസഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് എൻറ്റേഴ്സ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്. മറുവശത്ത് നിന്ന് കുട്ടികളും മുതിർന്നവരും അടങ്ങിയ ഒരു ജാഥ മുന്നോട്ടേക്ക് കടന്നു വന്നു. ദ ചിൽഡ്രൻ ഇൻ ദ ഫ്രണ്ട് റോ ഡിസ്പ്ലേ എ ബാനർ. മുൻനിരയിലുള്ള കുട്ടികൾ ഒരു ബാനർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഒരു ബാനർ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? ലിസൺ ടു ദി മൗണ്ടൻ.
ഇപ്പം ലിസൺ ടു ദി മൗണ്ടൻ എന്ന് എഴുതിയ ഒരു ബാനർ ഫ്രണ്ട് റോയിലുള്ള കുട്ടികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദേ പ്രസന്റ് എ പെറ്റീഷൻ ടു ദീക്ഷിത്. എന്നിട്ട് അവർ ഒരു പരാതി ദീക്ഷിത്തിന് നൽകി. ദീക്ഷിത് റീഡിങ് ഇറ്റ്. ദീക്ഷിത് എന്ത് ചെയ്യുന്നു? ആ പരാതി വായിക്കുന്നു. വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? എന്ത് നോൺസെൻസ് ആണ്? ലിസൺ ടു ദ മൗണ്ടൻ. ഹിയർ വി ആർ ഓൾ സെറ്റ് ടു ബിൽഡ് ദ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ഇൻ ദ സ്റ്റേറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. അപ്പം നിങ്ങളെ കൺട്രിയിൽ തന്നെ, ഈ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഹോട്ടലാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, ഏറ്റവും വലിയൊരു ഹോട്ടലാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. ആൻഡ് യു പീപ്പിൾ ടോക്ക് ഓഫ് മൗണ്ടൻ ആൻഡ് റിവേഴ്സ്, റാബിറ്റ് ആൻഡ് ബേർഡ്സ്. നിങ്ങൾ ആൾക്കാർ പറയുന്നത് എന്താണ്? ആ മൗണ്ടനും റിവേഴ്സും റാബിറ്റും ബേർഡ്സും എല്ലാം സംസാരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. പ്ലീസ് പ്ലീസ് ഇഫ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ ബിഗ് ബിസിനസ്, ഡോണ്ട് ഇന്റർഫിയർ. ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്? വലിയ വലിയ ബിസിനസ്സിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? തടസ്സപ്പെടുത്തരുത്. അപ്പം വലിയ വലിയ ബിസിനസ്സിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തടസ്സപ്പെടുത്തരുത്. അപ്പോൾ ഇതെല്ലാം വലിയ വലിയ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ജോലി തടസ്സപ്പെടുത്തരുത്. ലെറ്റ് us get on with it. ഓക്കെ, കം ഓൺ men, on with the drilling, let us get on, move on. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദീക്ഷിത് പറഞ്ഞ എന്താണ്? എല്ലാത്തിനുമുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യുക? ജോലി തുടരട്ടെ. സാഗർ കീപ് വർക്കിംഗ്, കീപ് വർക്കിംഗ്. സാഗറും പറയുന്നു ജോലി തുടരട്ടെ. സഡൻലി there is a terrific rumble and a roar like a rock falling. പെട്ടെന്ന് പാറ അടർന്നു വീഴുന്നത് പോലെയുള്ള ഭയാനകമായ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. ഇറ്റ് ലാഡ്സ് ഫോർ 30 seconds. എന്ത് ചെയ്തു? 30 സെക്കൻഡ് സമയം ആ ശബ്ദം തുടർന്നു. ട്രമൻഡസ് നോയ്സ് ഓഫ് ഹോൺസ് ബ്ലെയറിംഗ്, വോയിസസ് സ്ക്രീമിംഗ് ആൻഡ് സ്ട്രിക്കിംഗ്. എന്ത് ചെയ്യുന്നു? ഹോൺ മുഴങ്ങുന്നതിൻ്റെയും അലർച്ചയുടെയും ഒക്കെ ശബ്ദം, ഭയാനകമായ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നു. വോയിസസ് ഓഫ് സ്റ്റേജ്, സ്റ്റേജിന് പുറത്തു നിന്നുള്ള ശബ്ദം. ലാൻഡ് സ്ലൈഡ്, ലാൻഡ് സ്ലൈഡ്, കുന്നിടിച്ചിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് പുറത്തു നിന്ന് ആൾക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് എറൗണ്ട് ഇൻ പാനിക്. ഭയത്തോടുകൂടി ദീക്ഷിത്തും സാഗറും ചുറ്റും നോക്കുന്നു. ദേ സ്റ്റാഗർ എബൌട്ട് ദെൻ റൺ ഓഫ് സ്റ്റേജ്. എന്നിട്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഭയത്തോടു കൂടി ചുറ്റുപാടും നോക്കിയ ശേഷം സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഓടി. നാരായൺ ഷൗട്ട്സ്, ലെറ്റ് us get help. We must help the injured. Hurry, hurry. നാരായൺ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ എന്താണ്? പരിക്ക് പറ്റിയവരെ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം, വേഗമാകട്ടെ, വേഗമാകട്ടെ. The injured are carried away on makeshift stretchers by children. അപ്പം പരിക്ക് പറ്റിയവരെയും മറ്റും സ്ട്രെച്ചറിൽ എടുത്തു മാറ്റി. Some hobbles and lame. കുറച്ച് പേര് മുടന്തിയും ഒക്കെയാണ് മുന്നോട്ട് പോയത്. Slowly the commotion dies and noise fades. സാവധാനം ഒച്ചയും ബഹളവും നിലവിളിയും എല്ലാം ഇല്ലാതാവുകയും ചെയ്തു. ഗ്രാൻഡ് മദർ ഇൻ എ സാഡ് സ്ലോ വോയിസ് ടു ദി ഓഡിയൻസ്. അപ്പം ഗ്രാൻഡ് മദർ ഇൻ എ സാഡ് സ്ലോ വോയിസ് ടു ഓഡിയൻസ്. ഗ്രാൻഡ് മദർ ദുഃഖത്തോടു കൂടി ശബ്ദം താഴ്ത്തി കാണികളെടുത്ത്. ഫൈനലി ദ മൗണ്ടൻ സ്പോക്ക് ലൗഡ് ഇനഫ് ഫോർ എവരി വൺ ടു ഹിയർ. അവസാനം എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന തരത്തിൽ മൗണ്ടൻ ഉച്ചത്തിൽ സംസാരിച്ചു. പോസസ്, എന്നിട്ട് നിന്ന് ഷോർട്ട് സ്റ്റോപ്പ്, ചെറുതായിട്ടൊന്ന് നിർത്തി. ഫോർ അവർ വില്ലേജ് ഇറ്റ് വാസ് എ ട്രാജഡി. നമ്മുടെ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദുരന്തം തന്നെയാണ്. ഇതൊരു ദുരന്തം തന്നെയാണ്. 10 houses buried beneath the landslide. എന്ത് ചെയ്തു? കുന്നിടിച്ചിലിൽ 10 വീടുകൾ മണ്ണിനടിയിലായി. 11 people killed, including 2 children. അപ്പം 10 വീടുകൾ നശിച്ചു. 11 people killed, including 2 children. 2 കുട്ടികൾ ഉൾപ്പെടെ എന്ത് ചെയ്തു? 11 ആൾക്കാർ കൊല്ലപ്പെട്ടു. Wipes her eyes. എന്നിട്ട് മുത്തശ്ശി കണ്ണുനീർ തുടയ്ക്കുന്നു. I knew it all along. നേരത്തെ തന്നെ എനിക്കിത് അറിയാമായിരുന്നു. Nature always speaks if we care to listen. അപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും പ്രകൃതി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. നേച്ചർ ഓൾവേസ് സ്പീക്സ് ഇഫ് വി കെയർ ടു ലിസൺ. കർട്ടൻ ഫാൾസ്, അതോടുകൂടി കർട്ടൻ വീഴുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യം മൂലം എന്ത് ചെയ്യുന്നു? നാം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രകൃതിയെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ പല തരത്തിൽ നാം നമ്മുടെ പ്രകൃതിയെ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു. അപ്പം പ്രകൃതി വിഭവങ്ങൾ കൊണ്ട്, പല തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് അനുഗ്രഹം നിറഞ്ഞ ഈ നമ്മുടെ ഭൂമിയെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കെയർലെസ്സും സെൽഫിഷുമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്യുന്നു? ആ ഭൂമിയെ സംരക്ഷിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ചൂഷണം ചെയ്യുന്നു. അല്ലെങ്കിൽ പല തരത്തിൽ നാം അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒന്നാണ് ഏത് ചാപ്റ്റർ എന്ന് പറയുന്നത്? ലിസൺ ടു ദി മൗണ്ടൻ. കാവേരി നമ്പീസിൻ്റെ ലിസൺ ടു ദ മൗണ്ടൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ.
അതുമാത്രമല്ല എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള വികസനത്തിലൂടെയും മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു.